ടൊവിനോ തോമസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്റെ പൊന്നു ദൈവമേ, പുള്ളി എന്തോ പൊക്കി അടിക്കാൻ വന്നതാണ്. പുള്ളിയുടെ ഫാമിലിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. എല്ലാ മാസവും ആരെങ്കിലും ഒരാള് എന്തെങ്കിലും വള്ളിയായിട്ട് ഈ സോഷ്യൽ മീഡിയയെ കാണും. ഇന്ന് അച്ഛനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ BJP ഡാഡിയെ കുറിച്ച്? പുള്ളി ഇപ്പൊ പറയുന്നത് ജോജു ജോർജും ടോവിനെയും ഒക്കെ നമ്മുടെ CJPയെ സപ്പോർട്ട് ചെയ്ത് പോയില്ലേ, അതിനെ വിമർശിച്ചുകൊണ്ടാണ്. ദാ ഇതൊന്ന് കണ്ടു നോക്കിക്കേ. ടൊവിനോ തോമസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ അക്രമത്തെ പറ്റി? എന്തെങ്കിലും ഒരു വാഹനം നശിപ്പിച്ചിട്ടുണ്ടോ? പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ അദ്ദേഹം എന്ത് അന്ധതയാണെന്ന് എനിക്കറിയില്ല. മത അന്ധതയാണോ, ഒരു മാറ്റവും ഇല്ലല്ലോ, രാഷ്ട്രീയ അന്ധത? എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? മറ്റേ നമ്മുടെ ജോജു, ഇതൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. ജോജു ഒക്കെ മറ്റേ എന്താ മഹാരാജ് കോളേജിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അടിയന്തരാവസ്ഥയെ പറ്റി സംസാരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഇത് അടുത്ത അടിയന്തരാവസ്ഥയാണ്. അപ്പൊ അടിയന്തരാവസ്ഥ നടന്നിട്ടുണ്ടെന്ന് കുഴപ്പമായിരുന്നു പുള്ളി എന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇവരെയൊക്കെ വിമർശിക്കാൻ പുള്ളിക്ക് എന്താണുള്ളത്? BJPയുടെ കാല് പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് സ്ഥാനവും കൃത്യമായ കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. സന്തോഷം. എന്താണെങ്കിലും 500 രൂപയ്ക്ക് വേണ്ടി 5000 രൂപയുടെ പണി ചെയ്യുന്ന ആളെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. എന്താണെങ്കിലും സംഗീതാടിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പുള്ളിയുടെ ഓവറോൾ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ദാ ഈ സീന്. ഞാനിപ്പോൾ അരി ആഹാരമാണ് ഇന്ന് ചോറും കറിയാണ് കഴിച്ചതെങ്കിൽ ആ ചോറും കറിയും എൻ്റെ ദേഹത്താവും. അപ്പോൾ ആ ചോറ് ഞാനാവും. എന്ത് ഞാൻ ഭക്ഷിക്കുന്നു അത് ഞാനായി മാറും. അവരിൽ ചാണകമുണ്ട്. അപ്പോൾ ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഞാനും ചാണകം, നിങ്ങളും ചാണകം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാണകമാകാം. ഇന്നത്തെ കാലത്ത് എന്താണ് സംഘി ചാണകമുണ്ട്,